ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ചെന്നൈ സോണിൻ്റെയും റിസൾട്ട് ഇന്നലെ വന്നിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം 9 ഓളം RRBകളുടെ റിസൾട്ട് ജൂലൈ 2-ാം തീയതി വന്നു. ഇന്നലെ ജൂലൈ 21-ന് ബാക്കിയുള്ള 12 RRBകളുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ എക്സാം മാമാങ്കവും അതിൻ്റെ റിസൾട്ടും കഴിഞ്ഞു. ഇനി ജോലിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് മെഡിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മാത്രമാണ്. അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കടന്നു നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എക്സാം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അവർക്ക് ഇനി വരാനിരിക്കുന്നത് അവരുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡും ആയിരിക്കും. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RRBയിൽ അതിൻ്റെ ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയം ആയി. കാരണം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് റെയിൽവേയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ്. അത് സാലറി വൈസ് ആയിക്കോട്ടെ, ജോബ് പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് മാസത്തിൽ 70,000-ഓളം ശമ്പളം കിട്ടുന്ന, സ്റ്റാർട്ടിങ് തന്നെ സാലറി കിട്ടുന്ന ഒരു ടെക്നിക്കൽ പോസ്റ്റ് റെയിൽവേയിൽ വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ജോലിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കലും കൂടെ കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്കും അത്തരത്തിലുള്ളൊരു ജോലിയാണ് കിട്ടുന്നത്. നിങ്ങളെ പോലെ തന്നെ പഠിച്ചു തുടങ്ങിയ കുട്ടികളാണ് അവർ ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് ജോലി അവരുടെ കയ്യിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്കോർ കാർഡുകൾ വന്നിട്ടുണ്ട് അല്ലേ. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സ്കോർ കാർഡുകൾ വന്നിട്ടുണ്ട്. സ്കോർ കാർഡ് കണ്ടിട്ടുണ്ടായിരിക്കും പല കുട്ടികളും. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പലരും അത് കണ്ടു കാണില്ല. അപ്പോൾ സ്കോർ കാർഡിനകത്ത് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. അതിനുശേഷം കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ്, അതും ഇനി വരാനിരിക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കോർ കാർഡും അതുപോലെ തന്നെ കട്ട് ഓഫും ഓരോ സോണിലും എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇനി അതിനുശേഷം നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്കോർ കാർഡാണ്. ചെന്നൈ സോണിലാണ് അദ്ദേഹം എക്സാം എഴുതിയത്. അദ്ദേഹം എക്സാം ക്ലിയർ ചെയ്ത് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹം വെദർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യെസ്, അദ്ദേഹം എക്സാം ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. 150 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ടയർ 2 എക്സാമിന് ഉണ്ടാവുക. ജൂനിയർ എഞ്ചിനീയറിൻ്റെ CBT 2 എക്സാമിന് 150 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ ഈ സോണിൽ അദ്ദേഹം എഴുതിയ ഈ പർട്ടിക്കുലർ ഷിഫ്റ്റിൽ, അതായത് ഡേറ്റ് ഓഫ് CBT 2 4 ജൂൺ 2025 ആ ക്യാൻസൽ ചെയ്ത ഷിഫ്റ്റിൽ എഴുതിയ വ്യക്തിയായിരുന്നു. അപ്പോൾ 4-ാം തീയതി കഴിഞ്ഞ ആ പരീക്ഷയിൽ 6 ചോദ്യങ്ങളോളം ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വാലിഡ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ട്? 144 അല്ലെ. 150-ൽ നിന്നും 6 കുറച്ച് 144 ചോദ്യങ്ങൾ. അതിൽ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ 113 102 ശരിയുത്തരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. 11 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹത്തിന് തെറ്റിയത്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസിൽ, അതായത് 144 ക്വസ്റ്റ്യൻസിൽ 102 ശരിയുത്തരം എന്ന് പറയുമ്പോൾ 144 അദ്ദേഹത്തിൻ്റെ മാർക്കാണ് 98.33 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ 150-ലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കാണ് 102.43 ഡിവൈഡഡ് ബൈ 150. 150-ൽ 102 മാർക്കാണ് അദ്ദേഹത്തിനുള്ളത്. ഈ റേഷ്യോനെ ഇനി 100-ൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള മാർക്കാണ് 68.28. അപ്പോൾ 100-ൽ അദ്ദേഹത്തിന് 68 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. 100-ൽ അദ്ദേഹത്തിന് 68 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡാറ്റാസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോ സ്കോർ ഔട്ട് ഓഫ് വാലിഡ് ക്വസ്റ്റ്യൻ, അതായത് 144 ക്വസ്റ്റ്യൻസ് ആണ് വാലിഡ് ആയിട്ടുള്ളത്. അതിൽ 98 മാർക്ക് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് 150 മാർക്കിലാണുള്ള പരീക്ഷ. അപ്പോൾ അതിന് 102 മാർക്ക് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അതാണ് രണ്ടാമതോടെ എഴുതിയിരിക്കുന്നത്. ഇനി 100-ൽ 68 മാർക്ക് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അതാണ് മൂന്നാമതോടെ എഴുതിയിരിക്കുന്നത്. ഇതിന് പുറത്തുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്, മെറിറ്റ് ഇൻഡെക്സ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 717 മാർക്കാണ്. അപ്പോൾ എന്താണ് ഈ മെറിറ്റ് ഇൻഡെക്സ്? നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ചെന്നൈയുടെയോ ബാംഗ്ലൂരിൻ്റെയോ മുംബൈയുടെയോ സെക്കന്ദരാബാദിൻ്റെയൊക്കെ കട്ട് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ 150-ലുള്ള മാർക്കിലെ കട്ട് ഓഫ് അല്ല, പകരം ഈ മെറിറ്റ് ഇൻഡെക്സ് ആണ്.
ഈ മെറിറ്റ് ഇൻഡെക്സിൻ്റെ കാൽക്കുലേഷനെ പറ്റിയിട്ട് ഓൾറെഡി നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മെറിറ്റ് ഇൻഡെക്സ് എന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൊടുത്തിട്ട് നമുക്കത് പയ്യെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്കോർ കാർഡിൽ നിന്ന് ലഭ്യമാണ്. ആൻഡ് അതിനകത്ത് എഴുതി കാണും അദ്ദേഹം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എലിജിബിൾ ആണ്, മെഡിക്കൽ എക്സാമിനേഷൻ എലിജിബിൾ ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അദ്ദേഹം പരീക്ഷ എഴുതി. ഇത്രയും ഡാറ്റയാണ് നിങ്ങളുടെ സ്കോർ കാർഡിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും കാൻഡിഡേറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വന്നിട്ടുള്ള സംശയമാണ് എന്താണ് മെറിറ്റ് ഇൻഡെക്സ്. മെറിറ്റ് ഇൻഡെക്സിലാണല്ലോ കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മെറിറ്റ് ഇൻഡെക്സ്? മെറിറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് എക്സാം ഗ്രൂപ്പിലുള്ള ആളുകൾ, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അല്ലെങ്കിൽ വ്യത്യസ്ത എക്സാം ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരേ പോസ്റ്റിലേക്ക് എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ എക്സാമിന് ഒരു പാരിറ്റി വരുത്തുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് മെറിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫോർമുല അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട 717 മാർക്ക് എന്ന് പറയുന്ന മാർക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ 1-2 ഡാറ്റ ഇവർ തന്നെ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതായത് ഈ ഫോർമുലയിൽ SQ എന്ന് പറയുന്നത് 350 ആണെന്നും ST എന്ന് പറയുന്നത് 900 ആണെന്നും ഈ ഫോർമുലയ്ക്കകത്ത് RRB തന്നെ ഡാറ്റ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. സോ ഇത് പ്രകാരമാണ് മെറിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നത്. ഈ മെറിറ്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ് കട്ട് ഓഫ് മാർക്കുകൾ RRB പുറത്ത് വിട്ടിട്ടുള്ളത്. നമ്മൾ എപ്പോഴും നോക്കാറുള്ള പോലെ നമുക്ക് ആ പ്രധാനപ്പെട്ട 5 RRBകളിലേക്ക് കടക്കാം. അതായത് ഇവിടെ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 40 മാർക്കാണ് നിങ്ങളുടെ MQ, ഈ ഫോർമുലയിൽ MQ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ EWS ആണെന്നുണ്ടെങ്കിൽ 40% അല്ലെങ്കിൽ 40 മാർക്ക്. അതായത് മിനിമം മാർക്ക് എത്രയാണ്, മിനിമം ക്വാളിഫയിങ് മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ MQൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. OBC ആണെങ്കിൽ 30 ആണ്, SC ആണെങ്കിൽ 30 ആണ്, ST ആണെന്നുണ്ടെങ്കിൽ 25% അതാണ് ഇവിടെ ഫോർമുലയിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുംബൈയുടെ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 32 പോസ്റ്റുകളിലെ ഓരോ സോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ സോൺ, വെസ്റ്റേൺ സോൺ, വെസ്റ്റേൺ റീജിയൻ, അതൊക്കെ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 800-ൽ പരം കട്ട് ഓഫ് വന്നിട്ടുള്ള പോസ്റ്റുകളുണ്ട്. 827 വന്നിട്ടുണ്ട്, 800 വന്നിട്ടുണ്ട്, 817 വന്നിട്ടുണ്ട്, 810 വന്നിട്ടുണ്ട്, 814 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ഓഫുകൾ വന്നിട്ടുള്ള ഒരു സോണായിരുന്നു, അല്ലെങ്കിൽ ഒരു RRB ആണ്. RRB മുംബൈ എന്ന് പറഞ്ഞാൽ 800-ൽ കൂടുതൽ കട്ട് ഓഫുകൾ വന്നിട്ടുണ്ട്. UR കട്ട് ഓഫിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ കട്ട് ഓഫ് എന്ന് പറയുന്നത് 719 ആ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫാണ് ഏറ്റവും ചുരുങ്ങിയത്. ഏറ്റവും കൂടുതൽ 727 ആണ്. എന്ന് പറഞ്ഞാൽ 100 മാർക്കോളം മെറിറ്റ് ഇൻഡെക്സിൽ മാറ്റം വന്നിട്ടുള്ള കട്ട് ഓഫുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് മുംബൈയുടെ ഒരു അവസ്ഥ. സോ ഇപ്പോൾ നമ്മൾ ഈ മെറിറ്റ് ഇൻഡെക്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 717 ആണ് ഇദ്ദേഹത്തിൻ്റെ മാർക്ക്. അത് 68, 100-ൽ 68 മാർക്കിന് ഈക്വലൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ 100-ൽ 68 മാർക്ക് വാങ്ങിച്ചാലും ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ഉണ്ട്. ഇനി ബാംഗ്ലൂരിൻ്റെ കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 772, 781, 695 ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 695 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഇത് അവിടെ നോക്കി 692 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 799 ആണ്, 799 ആണ് ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മുംബൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ ഇത്തവണ കട്ട് ഓഫ് കുറവാണ്. ഇനി ചെന്നൈയുടെ കട്ട് ഓഫ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു റെയിൽവേ ബോർഡായിരുന്നു ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നൈയിലെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും മിനിമം കട്ട് ഓഫ് വന്നിരിക്കുന്നത് 724 ആണ്. ആൻഡ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 841 ആണ്. 841 മാർക്കാണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും കട്ട് ഓഫ് ഇവിടെ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് സെക്കന്ദരാബാദിലൊക്കെ കട്ട് ഓഫ് കുറവാണ് കമ്പാരിറ്റീവ്ലി. 666 കട്ട് ഓഫ് വന്നിട്ടുണ്ട് സെക്കന്ദരാബാദിൽ. ട്രിവാൻഡ്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിലെല്ലാം 700-ന് മുകളിലാണ്. എന്നാൽ ഒരു ആവറേജ് കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ ആണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കട്ട് ഓഫ് നമുക്ക് ഏകദേശം ഒരു ധാരണ വന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമിന്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണത്. CBT 1 കഴിഞ്ഞ് CBT 2ലേക്ക് വരുന്ന സമയത്ത്, CBT 2 റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ മെറിറ്റ് ഇൻഡെക്സിനനുസരിച്ചായിരിക്കും വരിക. ആൻഡ് ഇനി നിങ്ങൾക്ക് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ആദ്യം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, പിന്നീട്
മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ചെല്ലുന്ന റിസൾട്ട് വന്ന് എക്സാമിന് CBT 2 കടന്നിട്ടുള്ള കുട്ടികൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അതിൻ്റെ കൂടെ എന്ത് കൊണ്ടുവരണം? നിങ്ങൾ കൈവശം വെക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും 2 കോപ്പി വീതം എടുക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുവരേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഡാറ്റ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ സപ്പോസ് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നതിന് മെട്രിക്കുലേഷനും കാണിക്കണം, ഡേറ്റ് ഓഫ് ബർത്തും കാണിക്കണം, മെട്രിക്കുലേഷനും കാണിക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കാണിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇനി SSLC സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വേണം, 2 കോപ്പി വേണം. ഒറിജിനൽ വേണം, 2 കോപ്പി വേണം. ഇനി +2ൻ്റെ ഒരു ഒറിജിനൽ വേണം, ഒറിജിനൽ ഒന്നേ ഉണ്ടാവുള്ളൂ, 2 കോപ്പി വേണം. ഇനി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഒരെണ്ണം വേണം, അതിൻ്റെ 2 കോപ്പി വേണം. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് ഇവിടെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം, സെമസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സെമസ്റ്റർ സർട്ടിഫിക്കറ്റ് വേണം. ആ സെമസ്റ്റർ സർട്ടിഫിക്കറ്റിൻ്റെയും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും എല്ലാം ഒറിജിനലും വേണം, ഈ 2 കോപ്പി വീതം കൊണ്ടുപോകണം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ നിങ്ങളുടെ കൈവശം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, OBC NCL ഉണ്ട്, SC ഉണ്ട്, ST സർട്ടിഫിക്കറ്റ് ഉണ്ട്, EW സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കണം. അതിൻ്റെ 2 കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കണം എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇനി ഇതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വേണമെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൈവശം വേണം. 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കൈവശം വേണം. അത് 3 മാസം മുന്നേ എടുത്തതായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോയിൽ കാണുന്ന ആളും ആ ഫോട്ടോ സറണ്ടർ ചെയ്ത വ്യക്തിയും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള 6 ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ ബേസിക്കായിട്ട്. ഇനി നിങ്ങൾ CBT എക്സാം നിങ്ങളിപ്പോൾ എഴുതി ക്വാളിഫൈ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അപ്പർ പോർഷൻ, ആ കോൾ ലെറ്ററിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ അപ്പർ പോർഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. ഫോട്ടോ കോപ്പി ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദി ആധാർ കാർഡ്, ആധാർ കാർഡിൻ്റെ 2 സൈഡിൻ്റെയും കോപ്പിയും നിങ്ങളുടെ കൈവശം വെക്കണം. ഇതെല്ലാം DVക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള സമയത്ത് അവിടെ എത്തിച്ചേരണം. നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ വാലിഡിറ്റി മാത്രമല്ല അതിൻ്റെ ഒറിജിനാലിറ്റി കള്ളത്തരം കാണിക്കരുതെന്ന് അർത്ഥം. RRB എന്ത് ചെയ്യും? നിങ്ങളെ ഡീബാർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ 24 രൂപ അടയ്ക്കണം. 24 രൂപ എന്തിനാണ് നിങ്ങൾ അടയ്ക്കുന്നത്? 24 രൂപ നിങ്ങൾ അടയ്ക്കുന്നത് നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അവിടെ ചെന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും ഇപ്പം നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റിൽ ചെറിയ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് തിരുത്താനുള്ള അവസരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം RRBയിൽ, ചെന്നൈ RRBയിലാണ്. അതുപോലെ തന്നെ ഈ എല്ലാ RRBകളും അല്ലെങ്കിൽ എല്ലാ RRBയിലും ഈ പറഞ്ഞ പോലെ DVക്ക് ചെല്ലുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. പരമാവധി വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ പോവുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുന്ന ദിവസം നിങ്ങൾക്ക് 24 രൂപ അടച്ച് നിങ്ങൾ മെഡിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ 24 രൂപ അടയ്ക്കണം. ഒന്നാമത്തെ പോയിന്റ്. 2, അവർ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ചുരുങ്ങിയത് നിങ്ങൾ മെഡിക്കലിന് വരുമ്പോഴും DVക്ക് വരുമ്പോഴും പ്ലീസ് നോട്ട് ദാറ്റ് യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു സ്റ്റേ ഫോർ മോർ ദാൻ 4 days. 4 ദിവസമെങ്കിലും സ്റ്റേ ചെയ്യാൻ പാകത്തിന്, അത് നിങ്ങളുടെ ചെലവിൽ നിൽക്കാൻ പാകത്തിന് വേണം നിങ്ങൾ വരാനായിട്ട്. വേറെ ഒന്നുമല്ല, കാസർഗോഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് എന്ത് ചെയ്യുന്നു? DVക്ക് വേണ്ടി വരുന്നു. DV നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കാണെന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് DV കഴിയുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ അടിച്ചു തരുന്നു. നാളെ പാലക്കാട് നിങ്ങളുടെ അടുത്ത് ചെല്ലാൻ പറയുന്നു. പാലക്കാട് ഡിവിഷനിലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക? നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഉണ്ടായിരിക്കുക. കാസർഗോഡാണ് നിങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാസർഗോഡ് നിന്ന് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം വരെ വരണം. ട്രിവാൻഡ്രത്ത് വന്ന് നിങ്ങൾ DV അറ്റൻഡ് ചെയ്യണം. പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യണം? പാലക്കാട് പോയിട്ട് മെഡിക്കൽ അറ്റൻഡ് ചെയ്യണം. തൊട്ടടുത്ത ദിവസമായിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ വരുന്നുണ്ടാവും. അപ്പോൾ 4 ദിവസമെങ്കിലും നിൽക്കാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ DVക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടാനായിട്ട്. അതിൻ്റെ പൈസ നിങ്ങളുടെ കയ്യിൽ വെക്കണമെന്ന് വ്യക്തമായിട്ട് RRB തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ നോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വരുന്ന കുട്ടികൾ അവരുടെ ഫോമുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റ് RRB പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സൈറ്റിൽ നിങ്ങൾ എന്തൊക്കെ ഫോമുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കൊണ്ടാണോ വരുന്നത്, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ അവിടെ അതിൻ്റെ കളർ ഫോട്ടോ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കളർ സ്കാൻഡ് ഇമേജസ് എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ്സിൻ്റെ കളേർഡ് സ്കാൻഡ് ഇമേജസ് ഈ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുക. പ്രത്യേകിച്ച് എക്സാം ക്വാളിഫൈ ചെയ്ത് ഈ പറഞ്ഞ പോലെ DVക്കും മെഡിക്കലിനും തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് പരിഗണനയിൽ വെക്കുക. ഓക്കെ, ഇനി വരാനിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ എക്സാമിന് സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രീം ജോബിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഈ 2025 കോഴ്സ് ഓൾറെഡി അതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോൺ ടെക്നിക്കൽ ബാച്ചാണ്. നിങ്ങൾക്കറിയാം CBT 1-നകത്തും CBT 2-നകത്തും 2 ടയറിനകത്തും നോൺ ടെക്നിക്കൽ പാർട്സ് ഉണ്ട്. മാത്സ്, റീസണിങ്, ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് തുടങ്ങിയ ഭാഗങ്ങളുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോൺ ടെക്നിക്കൽ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ മാത്രമാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കലിൽ ഇലക്ട്രോണിക്സിന് വേണ്ടി നമ്മളൊരു ബാച്ച് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഇലക്ട്രോണിക്സ് ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ജോയിൻ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയറിൻ്റെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ബാച്ച് നമ്മുടെ കൈവശമുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇതിന് പുറമെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ച് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കലും അടങ്ങുന്ന കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ചും ഉണ്ട്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ചും ഉണ്ട്. നോൺ ടെക്നിക്കലും അടങ്ങുന്ന ഇലക്ട്രോണിക്സ് ബാച്ചും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 5 ബാച്ചുകളാണ് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിപ്പെടാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ടെക്നിക്കൽ ബാച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാത്സ്, റീസണിങ്, സയൻസ്, GK എല്ലാം അടങ്ങുന്ന, കറണ്ട് അഫയേഴ്സ് എല്ലാം അടങ്ങുന്ന നോൺ ടെക്നിക്കൽ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ്, സബ്ജക്റ്റ് വൈസും മോക്ക്, റിവിഷൻ ടെസ്റ്റുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സീരീസ് വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. മന്ത്ലി കമ്പൈലേഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ കോംപ്രിഹെൻസീവ് സ്റ്റഡി പ്ലാൻ വിത്ത് ക്ലാസ്സസ് ആൻഡ് അലൈൻഡ് ടെസ്റ്റ് ഷെഡ്യൂൾ. നമ്മുടെ ക്ലാസ്സുകളും ക്ലാസ്സിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളുമാണ് നമ്മൾ നോൺ ടെക്നിക്കൽ ബാച്ചിന് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പോരാത്തതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്താണെന്നുള്ളത്. ആൻഡ് വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ക്യൂ കാർഡ്, നമ്മുടെ ജനറൽ അവയർനെസ് പോർഷന് വേണ്ടിയിട്ട് ക്യൂ കാർഡുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഷോർട്ട് നോട്ടുകളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ നോൺ ടെക്നിക്കൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ടെക്നിക്കൽ കോഴ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിമി ആൻഡ് ഭാരത് സ്കില്ലിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സ്കോർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ബാച്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള CTQ, RTQ സീരീസസ് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. സ്കോർ അക്കാഡമിയുടെ ടെക്നിക്കൽ കോഴ്സുകൾ, കേരള PSCയുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ആൻഡ് അപ്ഡേറ്റഡ് PYQ റിവിഷൻ സീരീസ്, ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ, അതായത് 2024 ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസ് ഉണ്ടായിരിക്കും. സ്കോർ ക്യൂ കാർഡ്സും ക്യാപ്സ്യൂൾ സീരീസും ഇതിൻ്റെ ഭാഗമായിരിക്കും. ഇലക്ട്രിക്കൽ ബാച്ചിനും നമുക്ക് ഇതേപോലെ തന്നെയുള്ള കോഴ്സസ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ കോഴ്സ് ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് 2025 ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.